തമിഴ്നാട് സീരീസിന്റെ 13ാമത്തെ എപ്പിസോഡിൽ കൊച്ചിയിൽ നിന്ന് തെങ്കാശിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ്, അതും കൊല്ലം സെങ്കോട്ട വഴിയുള്ള മനോഹരമായ ട്രെയിൻ യാത്രയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന വണ്ടർ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂരിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന മധുര എക്സ്പ്രസ്സിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. രാവിലെ 8 മണിക്ക് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. 7:30 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ട്രെയിൻ 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള സമയം വെറുതെ സമയം കളയേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകേണ്ട മധുര എക്സ്പ്രസ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 3rd AC നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കൊല്ലം വരെ നമുക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് അതുവരെ റിലാക്സ്ഡ് ആയി ഇരിക്കാം. പിന്നെ ഈ ഒരു ക്ലൈമറ്റിന് AC തന്നെ ബെസ്റ്റ്. നാലര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 20 മിനിറ്റോളം ട്രെയിൻ ഹോൾട്ട് ചെയ്യും. ഇവിടെ വെച്ചിട്ടാണ് ട്രെയിനിൻ്റെ ലോക്കോ ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഇലക്ട്രിക് ലോക്കോലോ വന്നതെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്നത് ഡീസലിലാണ്. കൊല്ലം സെങ്കോട്ട റൂട്ടിൽ ഇലക്ട്രിക്കിൻ്റെ വർക്കൊക്കെ ഫൈനൽ സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യാത്രകൾ ചിലപ്പം ഈ ഒരു ഡീസൽ ലോക്കോയിലായിരിക്കില്ല. കൊല്ലം കഴിഞ്ഞ് സെങ്കോട്ട എത്തുന്നത് വരെ വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. എല്ലാം ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളാണ്. അതുകൊണ്ട് മാക്സിമം ഫുഡൊക്കെ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. കൊല്ലത്തുനിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എനിക്ക് ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിലൂടെ ട്രെയിൻ യാത്ര നടത്തുന്നത്. ഒന്നര ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊട്ടാരക്കര എത്തി. കൊല്ലം മുതൽ സെങ്കോട്ട വരെ 17 റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്. അതിൽ ഇടമണ്ണൊക്കെ കഴിയുമ്പോഴാണ് നമ്മളെ യാത്രയ്ക്ക് കുറച്ചും കൂടെ ഭംഗി കിട്ടുന്നത്. ഈ 17 റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് സെങ്കോട്ട എത്താൻ ഏകദേശം 4 മണിക്കൂർ ടൈം എടുക്കും. മൊത്തത്തിൽ 94 കിലോമീറ്ററാണ് കൊല്ലത്ത് നിന്ന് സെങ്കോട്ട വരെയുള്ള ദൂരം. പല സ്ഥലങ്ങളിലും സിംഗിൾ ലൈനാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ ഡബിൾ ലൈന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. പുനലൂരാണ് നമുക്ക് ആ കാണാൻ കഴിയുന്നത്. പുനലൂർ കഴിയുന്നതോടെ ട്രെയിന് വലിയ വലിയ വളവുകളും ചെറിയ കയറ്റങ്ങളും ഒക്കെ കയറിയിട്ടാണ് പോകുന്നത്. ഇത് മൊത്തം കറങ്ങി ആ ദൂരെ കാണുന്ന പാലത്തിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മഴക്കാലത്താണ്. ആ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്.
ഏകദേശം 120 വർഷം പഴക്കമുണ്ട് ഈ ഒരു റെയിൽവേ ലൈനിന്. 1900-ലാണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പണി സ്റ്റാർട്ട് ചെയ്ത് 2 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പണി പൂർത്തിയായി. പിന്നെ 1904-ലാണ് ഇതിലൂടെ ഒരു പാസഞ്ചർ ട്രെയിൻ പോകുന്നത്. 1904-ലെ ആദ്യത്തെ യാത്ര നടത്തിയത് മഹാരാജ മൂലം തിരുനാളായിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു റെയിൽവേ പാതേൻ്റെ പണി ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ഒരു യാത്രയിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 13 കണ്ണറ പാലാണ്. തെന്മല റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പാലം കാണാൻ കഴിയുന്നത്. പല റെയിൻ ഫാനുകളും ആ ഒരു ഏരിയയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. രണ്ടായിരത്തി 10 വരെ മീറ്റർ ഗേജ് ട്രെയിനുകളാണ് ഇതുവഴി ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യുകയും 2018-ന് ശേഷമാണ് ഇതുപോലത്തെ യാത്രകൾ ചെയ്യാൻ റീഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ സെങ്കോട്ട എത്തുമ്പോഴത്തേക്ക് 3:45 ആയിരുന്നു. സെങ്കോട്ടയിൽ നിന്ന് കുറച്ചധികം ആളുകൾ നല്ല തിരക്കോടെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ തെങ്കാശിയാണ്. ഇനിയും ഒരു 20 മിനിറ്റും കൂടിയുണ്ട് ഇവിടുന്ന് തെങ്കാശിയിലേക്ക്. തമിഴ്നാട്ടിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തം കൃഷിഭൂമികളും അതിൻ്റെ ചുറ്റിലും മലകളുമായിട്ടുള്ള കാഴ്ചകളാണ്. 4:20 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. തെങ്കാശിയിൽ കുറേ അധികം കാഴ്ചകളുണ്ട്. പക്ഷെ നമ്മളൊരു 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അമ്പലത്തിലേക്കാണ് പോകുന്നത്. സൗത്ത് ഇന്ത്യയിലെ കാശി എന്നറിയപ്പെടുന്ന കാശി വിശ്വനാഥർ ടെമ്പിളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.